നമസ്തേ. ചില ഗുണങ്ങളുണ്ടെങ്കിൽ നമ്മളെ ആർക്കും തകർക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെ തകർക്കാൻ കഴിയാത്തതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകണം എന്നില്ല. പക്ഷെ ആത്മീയതയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത്, നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗുണങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളുടെ അഭാവം ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ചിന്തിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് റെസിലിയൻസ് ആണ്. പല ആളുകളും വിചാരിക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എഴുന്നേൽക്കില്ല എന്നുള്ളതാണ്. പല യുദ്ധങ്ങളിലും പല ഫൈറ്റുകളിലും ഒക്കെ അങ്ങനെ സംഭവിക്കും. വീണു, ഇനി എഴുന്നേക്കില്ല, ഭയന്നു എന്നൊക്കെ. പക്ഷെ ഞാൻ പറയുകയാണ്, വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിലും ശക്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. റെസിലിയൻസ് എന്നാണ് സൈക്കോളജിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഒരു റബ്ബർ ബോൾ നമ്മൾ നിലത്തിട്ടിട്ടുണ്ടെങ്കിലും അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തു വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രണയപരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വീഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ തന്നെ പോയി ഓരോ കുഴികളിൽ ചാടുന്ന സമയത്ത്, എന്തു തന്നെയാണെങ്കിലും, മറ്റുള്ളവരെ പ്രതിയാണെങ്കിലും നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ പ്രതിയാണെങ്കിലും ആ വീഴ്ചകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള സമ്മാനങ്ങളിലൊന്നാണ്. പക്ഷെ പല സമയത്തും ആളുകൾ അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് അവർ ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ തകർച്ചയിലേക്ക് പോകുന്നത്. അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് വേദനയെ ശക്തിയാക്കാനുള്ള കഴിവാണ്. നിങ്ങളുടെ മുറിവുകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാമായിരിക്കും, നിങ്ങളുടെ വേദനകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാമായിരിക്കും. പക്ഷെ അതെങ്ങനെയാണ് നിങ്ങളെ ശക്തയാക്കിയത് എന്നുള്ളത് മറ്റുള്ളവർക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ മുറിവുകളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രമാണ് അത് അറിയാൻ സാധിക്കുന്നത്, ഇതെന്നെ എത്രമാത്രം ശക്തിപ്പെടുത്തി എന്നുള്ളത്. പല വേദനകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വിഷമിക്കുമെന്നുള്ളതാണ്. പക്ഷേ കാലങ്ങൾ കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, ആ വേദന ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്ര ശക്തനായിരിക്കുന്നത് അല്ലെങ്കിൽ ശക്തിയായിട്ടിരിക്കുന്നത്. വേദനയെ ശക്തിയാക്കി മാറ്റാനായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് പ്രപഞ്ചം നമുക്ക് നൽകിയതായിട്ടുള്ള, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു ഗിഫ്റ്റ് തന്നെയാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രതിസന്ധിയിലും വ്യക്തമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവാണ്. പലരും പ്രഷർ നമ്മളുടെ മേത്തേക്ക് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മളെ സമ്മർദ്ദപ്പെടുത്തുന്ന സമയത്ത് പല ആളുകൾക്കും ചിന്തിക്കാനുള്ള കഴിവ് കുറയും. അവിടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് വരും. അങ്ങനെ അഗ്രസീവായിട്ട് ഇമോഷണലായിട്ട് പെരുമാറും എന്നുള്ളതാണ്. അതൊരു പരാജയമായിട്ട് മാറുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സമ്മർദ്ദത്തിൻ്റെ ഇടയ്ക്കും ശാന്തമായിട്ട് നിന്നുകൊണ്ട് വ്യക്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിയെ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു പവർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയും തകർക്കുക എന്നുള്ളത് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായിരിക്കും, അസാധ്യവുമാണ്. അഗ്രസീവായിട്ടുള്ള ആളുകൾ വേഗം ആഗ്രഹിക്കുമെന്നുള്ളതാണ്. പെട്ടെന്ന് അവരുടെ കാര്യം കിട്ടണം, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. പക്ഷെ ദീർഘകാലം ഇരിക്കാനായിട്ട്, ക്ഷമയോടുകൂടി ഇരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ തോൽപ്പിക്കാനായിട്ട് ഇത്തരത്തിൽ അഗ്രസീവായിട്ടുള്ള ഈ കലിയുഗത്തിന് സാധിക്കില്ല എന്നുള്ളതാണ്. ദീർഘകാലം കാത്തിരിക്കാനായിട്ട് സാധിക്കുന്ന ക്ഷമ എന്ന് പറയുന്നത് അസാമാന്യമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. അത് പകയോടുകൂടിയുള്ള കാത്തിരിപ്പല്ല, ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നഷ്ടങ്ങളിൽ നിന്ന് പാഠങ്ങൾ ശേഖരിക്കുന്ന കഴിവാണ്. പല വ്യക്തികൾക്കും ഉള്ളത്, വിജയത്തിലേക്ക് പോകുന്ന സമയത്ത് അവർ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കഴിവാണിത്. അങ്ങനെ നഷ്ടം സംഭവിച്ചതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു. നെക്സ്റ്റ് എൻ്റെ ഉയർച്ചയ്ക്ക് അത് കാരണമാകുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള വ്യക്തികളെ ഓരോ പരാജയങ്ങളും ശക്തരാക്കിയിട്ട് മാറ്റുകയാണ്. ശബ്ദമില്ലാത്ത വളർച്ചയാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ മറ്റൊന്ന്. ശാന്തമായിട്ട് വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ്. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ടുള്ള നിങ്ങളുടെ അദൃശ്യമായിട്ടുള്ള പ്രതിബദ്ധതയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളതറിയാം. മറ്റുള്ളവർ ചിലപ്പോൾ പറയും അത് സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് അലൈൻമെന്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സോൾ പർപ്പസ് അതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആർക്കും തടയാനായിട്ട് സാധിക്കില്ല. ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശത്രുക്കൾക്ക് നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥ മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ള അദൃശ്യ ശക്തിയെ അവർക്കൊരിക്കലും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പല വിജയങ്ങളും മറ്റുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ട് തോന്നുന്നത്. പ്രപഞ്ചത്തിന്റെ സന്ദേശം ഇനിയും എത്തിക്കുവാനായിട്ട് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.